മഴ തോരും മുൻപേ എന്ന സീരിയലിൽ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊട്ടാരമറ്റത്ത് സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലെത്തിയ അലീനയ്ക്ക് വളരെയധികം വിഷമമുണ്ടെങ്കിൽ പോലും ഇപ്പോൾ തൻ്റെ പപ്പയെ അരികിൽ കിട്ടിയ സന്തോഷത്തിലാണ് അലീന. കൊട്ടാരമറ്റത്തിലെ വീടും പരിസരവുമെല്ലാം ഓരോന്നായി നോക്കിക്കാണുവാൻ തുടങ്ങിയിരിക്കുന്നു. സ്റ്റാൻലി ജോസഫിൻ്റെ പട്ടാള ചിന്താഗതിയും ആ സംസാരവുമെല്ലാം കുറച്ചൊക്കെ അലീനയെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അലീന തൻ്റെ പപ്പയെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്നുള്ള ചിന്തയിലാണ്. അതുകൊണ്ടുതന്നെ സ്റ്റാൻലി ജോസഫ് പറയുന്ന പല കാര്യങ്ങളും എതിരെയാണ് അലീന പ്രവർത്തിക്കുന്നത്. അതിനൊക്കെ സ്റ്റാൻലി ജോസഫിന് അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അലീനയുടെ ചില നേരത്തെ സംസാരങ്ങളെല്ലാം സ്റ്റാൻലി ജോസഫിൻ്റെ വായടപ്പിക്കുന്നത് പോലെയാണ്. ഈ വീട്ടിൽ പാചകത്തിനും ഓരോരോ കാര്യത്തിനായും ഓരോരോ സ്റ്റാഫുകളുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അലീനയ്ക്ക് തൻ്റേതായ കാര്യങ്ങളൊന്നും മാറ്റിവെക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കിച്ചണിൽ ചെന്ന് പാചകം ചെയ്യാനും മറ്റു പല കാര്യങ്ങൾ ചെയ്യാനും ഒരു മടിയും അലീന കാണിച്ചിരുന്നില്ല. അനാഥാലയത്തിൽ വളർന്നു വന്ന തനിക്ക് ഇതൊന്നും വലിയ കാര്യമല്ല എന്നും ഇതൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ പോലും അനാഥാലയം എന്നൊരു കാര്യം കേൾക്കുന്ന സ്റ്റാൻലി ജോസഫിന് വളരെയധികം ദേഷ്യം തോന്നുന്നുണ്ട്. എന്നാൽ തൻ്റെ മകൾ 21 വർഷം ആ അനാഥാലയത്തിൽ തന്നെയാണ് വളർന്നത്. ആരുമില്ലാതിരുന്നിട്ടും അവിടുത്തെ അന്തേവാസികൾ തന്നെയാണ് അലീന എന്ന എന്നെ ഇത്രയും വലുതാക്കി പപ്പയുടെ മുന്നിലെത്തിച്ചത്. അങ്ങനെയുള്ള എനിക്ക് ഒരിക്കലും അനാഥാലയം ഒരു ചെറിയൊരു കാര്യമല്ല, അതൊരു മഹത്തായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്ര എന്നെ ചീത്ത പറഞ്ഞാൽ പോലും അനാഥാലയത്തിൽ ചെന്ന് അവരെ കാണുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ നിർത്തില്ല എന്നുള്ള വാക്ക് സ്റ്റാൻലി ജോസഫിന് വളരെ ഇറിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്വത്തും പണവും ഉണ്ടായാൽ പോരാ, മറിച്ച് അവരെയൊക്കെ ഒന്ന് സഹായിക്കാനുള്ള ചെറിയൊരു മനസ്സെങ്കിലും കാണിക്കണം പപ്പ. എന്നാൽ മാത്രമേ അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാവൂ. എസ്റ്റേറ്റിലും വെറുതെ മറ്റുള്ള പല കാര്യങ്ങൾക്കും സമയം ചിലവഴിക്കുമ്പോൾ ഒരല്പനേരമെങ്കിലും അവർക്കൊപ്പം ചെന്നിരുന്ന് അവരുടെ ജീവിതകഥകളും മറ്റു പല കാര്യങ്ങളും ഇത്തിരി നേരം ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വേദന എത്രത്തോളമാണെന്ന്. അലീന പപ്പയോട് പറയുന്ന എല്ലാ കാര്യങ്ങളും 100% ശരിയാണെന്ന് സ്റ്റാൻലി ജോസഫിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഔദക്കുട്ടിയാണ്. കാരണം നിന്റെ മകൾ 21 വർഷം ആ അന്തേവാസത്തിൽ തന്നെയല്ലേ വളർന്നത്. ആ അനാഥാലയത്തിൽ ആരുമില്ലാതെ അവൾ ഇത്രകാലം വളർന്ന് നിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് നീ മനസ്സിലാക്കണം സ്റ്റാൻലി എന്ന് സ്റ്റാൻലിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് സ്റ്റാൻലിയുടെ പപ്പ. എന്നാൽ അപ്പച്ചൻ പറയുന്ന കാര്യങ്ങൾ പോലും ഒരു വില വയ്ക്കാതെ താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന നിലപാടിൽ സ്റ്റാൻലി ജോസഫ് അവരുടെ അടുത്തുനിന്ന് ദേഷ്യപ്പെട്ട് സ്റ്റാൻലി ജോസഫിൻ്റെ റൂമിലോട്ട് പോകുന്നു. സ്റ്റാൻലി ജോസഫിൻ്റെ ഈ പെരുമാറ്റങ്ങളൊക്കെ അലീനക്ക് വളരെ മനസ്സിൽ വിഷമം തോന്നിക്കാൻ തുടങ്ങി. അലീനയപ്പോൾ തൻ്റെ അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ പപ്പ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത്? വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് എന്നോട് പല കാര്യങ്ങളും പറയുന്നത്. എനിക്കത് ഇഷ്ടമല്ലെങ്കിൽ പോലും പപ്പ പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ച് ജീവിക്കാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചെങ്കിലും പക്ഷേ പപ്പയുടെ ചില നിലപാടുകൾ എനിക്കത് പൊരുത്തപ്പെടാൻ വളരെ പ്രയാസമാണ്. ഒരു ചെറിയ കാര്യങ്ങൾക്കായാൽ പോലും പപ്പ എന്ത് സ്ട്രിക്റ്റായിട്ടാണ് എന്നോട് സംസാരിക്കാറ്. അതിനും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പപ്പയുടെ മോളല്ലേ ഞാൻ. ആ പട്ടാളക്കാരൻ്റെ എല്ലാ ഭാവവും എല്ലാ സ്വഭാവവും പപ്പയ്ക്ക് നന്നായിട്ട് തന്നെയുണ്ട്. ഒരു വല്ലാത്ത മുരട സ്വഭാവം തന്നെയാണ് പപ്പയ്ക്ക്, അല്ലേ അപ്പച്ച? അലീനയുടെ ഈ സംസാരം കേൾക്കുന്ന ഔദക്കുട്ടി അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ശരിയാ മോളെ, നീ പറഞ്ഞത് വളരെ ശരിയാ. ഒരു മുരട സ്വഭാവം തന്നെയാണ് സ്റ്റാൻലിക്ക്. അവൻ എൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവൻ ആ പട്ടാളക്കാരൻ തന്നെയാ. ശരിക്കും അവിടെ എടുക്കുന്ന എല്ലാ സ്വഭാവവും എന്നോടടക്കം അവൻ പെരുമാറാറുണ്ട്. അവൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ
നേരെ വിപരീതമായി എന്തെങ്കിലും ചെയ്താലോ നമ്മൾ പറഞ്ഞാലോ അവന് അത് സഹിക്കാൻ കഴിയില്ല. പിന്നെ അവന് വല്ലാത്ത ദേഷ്യമായിരിക്കും അവരോടൊക്കെ. ഒരു പട്ടാളക്കാരനായിരുന്നില്ല അവൻ. അതിൻ്റേതായ എല്ലാ ദോഷങ്ങളും അവനുണ്ട്. നീ കുറച്ചൊക്കെ ഒന്ന് ക്ഷമിക്കണം. പയ്യെ പയ്യെ അവനെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് ഔദക്കുട്ടി അലീനയോട് വാക്ക് കൊടുക്കുന്നു. അത് ശരിയാ അപ്പച്ച. എൻ്റെ പപ്പയെ കുറച്ചധികം തന്നെ ഒന്ന് മാറ്റിയെടുക്കാനുണ്ട്. ആ കാര്യം ഞാൻ ഏറ്റുവെന്ന് ഔദക്കുട്ടിക്ക് അലീനയും വാക്ക് കൊടുക്കുന്നു. മോളെ, നീ ഈ വീട് മൊത്തം ചുറ്റിക്കണ്ടായിരുന്നോ? എല്ലാ റൂമും എല്ലാ സ്ഥലവും നിനക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ മുഴുവനായൊന്നും ഞാൻ കണ്ടു തീർത്തിട്ടില്ല അപ്പച്ച. പയ്യെ പയ്യെ കാണാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്ത ക്ഷീണം. ഒന്ന് കിടക്കണം മോളെ എന്ന് അലീനയോട് പറയുമ്പോൾ അലീന അപ്പച്ചൻ്റെ കൈ പിടിച്ച് അപ്പച്ചൻ്റെ റൂമിലോട്ട് അലീന കൊണ്ട് കിടത്താൻ പോകുന്നുണ്ട്. അലീന അങ്ങനെ തൻ്റെ അപ്പച്ചനോട് തൻ്റെ പപ്പയുടെ പഴയകാല രീതികളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പച്ച, എൻ്റെ പപ്പ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നോ? അവൻ കുഞ്ഞിലെ തന്നെ ഒരു പട്ടാളക്കാരനാവാൻ ജനിച്ചവനാ മോളെ. കുഞ്ഞിലെ തന്നെ അവൻ്റെ വാശികളൊക്കെ അതിനും അപ്പുറമായിരുന്നു. ആ ഒരു പട്ടാളക്കാരൻ്റെ എല്ലാ ചിന്താഗതികളും ആ സ്വഭാവവും എല്ലാം ആ കുഞ്ഞുനാളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളും വിചാരിച്ചതാ അവൻ വലുതാവുമ്പോൾ ഒരു പട്ടാളക്കാരനാകുമെന്ന്. അവൻ്റെ കുറേയൊക്കെ സ്വഭാവം എൻ്റേതുപോലെ തന്നെയാ. ഞാനും മോശമൊന്നുമല്ല. അതെനിക്ക് അപ്പച്ചനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പച്ചനും ദേഷ്യത്തിൽ വലിയ പുറകോട്ടൊന്നുമല്ലാന്ന്. ഇങ്ങോട്ടേക്ക് വന്നതും എന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പിക്കാനായിരുന്നില്ലേ? പക്ഷേ എന്തു പറ്റി? അത് ശരിയാ മോളെ, നിന്നെ ഈ വീട്ടിൽ നിന്ന് മാറ്റാൻ തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നത്. പക്ഷേ നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കെൻ്റെ ഭാര്യയെ ഓർമ്മ വന്നത്. അവളെ എടുത്തു വെച്ചേക്കുന്നത് പോലെയല്ലേ നിൻ്റെ രൂപം? എന്നെപ്പോലെയോ? അപ്പോൾ നല്ല സുന്ദരിയായിരുന്നല്ലേ എന്ന് പറഞ്ഞ് അലീന ഒരു കള്ളച്ചിരി ചിരിക്കുന്നു. എൻ്റെ ഭാര്യയെ എടുത്തു വെച്ചേക്കുന്നത് പോലെ തന്നെയല്ലേ മോളെ നിൻ്റെ മുഖവും? നീ വളരെ സുന്ദരിയാ. എൻ്റെ ഭാര്യയും വളരെ സുന്ദരി തന്നെയായിരുന്നു. എല്ലാ പച്ച, എൻ്റെ പപ്പയുടെ ഭാര്യയും മക്കളുമൊക്കെ എവിടെയാ താമസം? അവരെക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല. പപ്പയാണെങ്കിൽ എന്നോട് ഇതുവരെയും അവരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. അവരിവിടെ ഒന്നുമല്ലല്ലോ, അവർ വേറെ വീട്ടിലല്ലേ താമസിക്കുന്നത്. അവൻ്റെ 2 മക്കളും ഭാര്യയും ഒരു ചെറിയൊരു കുടുംബം, അത്രയേ ഉള്ളൂ. പക്ഷേ അവനിപ്പോഴും ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കാറ്. അങ്ങോട്ടേക്ക് പോക്കൊക്കെ വളരെ കുറവാണ്. അവർ തമ്മിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കൊന്നും അറിയില്ല മോളെ. അല്ല മോളെ, നീ അനാഥാലയത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ അതിനുശേഷം നീ എങ്ങനെയാ ബാലചന്ദ്രൻ എന്ന ആളുടെ വീട്ടിലെത്തിയത്? അതൊക്കെ ഒരു വലിയ കഥ തന്നെയാണ് അപ്പച്ച. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നീ പറ, ഞാൻ കേൾക്കട്ടെ. നിൻ്റെ എല്ലാ ജീവിത കഥകളും ഞാൻ അറിയണമല്ലോ. നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാൻ ആദ്യം എത്തിയത് എൻ്റെ അമ്മയുടെ സ്വന്തം വീട്ടിലായിരുന്നു. അവിടുത്തെ മുത്തശ്ശിക്ക് കാലിന് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഒരു ഹോം നേഴ്സായിട്ടായിരുന്നു ഞാൻ ആ വീട്ടിൽ ചെന്നത്. കുറച്ച് ദിവസം അവിടെയായിരുന്നു എൻ്റെ നിൽപ്പ്. വളരെ മോശം ദിവസങ്ങളായിരുന്നു അതൊക്കെ. അവിടുത്തെ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമമാണ്. അതിനുശേഷം ഞാൻ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തി. അവിടെ എൻ്റെ സ്വന്തം അമ്മയുമായിരുന്നു പിന്നീടുള്ള എൻ്റെ ജീവിതം. അപ്പോൾ അവൾക്കെല്ലാം അറിയാമായിരുന്നോ വൈജയ്ക്ക്? ഇല്ല പച്ച, അമ്മയ്ക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ അമ്മയുടെ സ്വന്തം മകളാണെന്ന് അമ്മക്കറിയില്ല. അവിടെ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ എൻ്റെ അച്ഛനായ ബാലചന്ദ്രൻ അത് കണ്ടുപിടിച്ചു. പിന്നീട് അച്ഛൻ്റെ മുന്നിൽ ഞാൻ വലിയൊരു കുറ്റക്കാരിയായിരുന്നു. അച്ഛനെന്തോ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു കുറച്ച് ദിവസങ്ങൾ. കാരണം അമ്മയുടെ പഴയ കാര്യങ്ങളൊക്കെ അച്ഛൻ അപ്പോഴാണ് അറിയുന്നത്. നീ ഈ അച്ഛനെന്ന് പറയുന്നത് ആരെയാ? ബാലചന്ദ്രനെയാണോ? അതെ, ഞാൻ അച്ഛന ബാലച്ഛനെ വിളിക്കാറ്. ഒരച്ഛൻ്റെ സ്ഥാനം കൊടുത്തിട്ട് തന്നെയാ ഞാൻ ആ വിളി അച്ഛനെ വിളിച്ചിരുന്നത്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ബാലചന്ദ്രന് നിന്നോടപ്പോൾ ദേഷ്യമൊന്നും തോന്നിയില്ലേ? തോന്നിയായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ അച്ഛനെ എന്നേക്കാൾ കൂടുതൽ തിരിച്ചറിയാൻ തുടങ്ങി. കാരണം ഞാൻ ആരാണെന്നുള്ള സത്യം അച്ഛൻ അറിഞ്ഞപ്പോൾ
ഞാൻ വിചാരിച്ചത് പിന്നീട് ഒരിക്കലും ബാലച്ചൻ എന്നെ സ്നേഹിക്കില്ല, ആ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുമെന്നൊക്കെയാ. പക്ഷേ ഞാൻ വിചാരിച്ചതിനും അപ്പുറമാ ആ നിമിഷങ്ങൾ കടന്നുപോയത്. കാരണം അച്ഛൻ എന്നെ മാറോട് ചേർത്ത് എന്നെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ നേരെ മറിച്ച് മറ്റുള്ളവരും അമ്മയുമാകട്ടെ എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പല വഴികളും സ്വീകരിച്ചു. ഒരു ദിവസം ഗുണ്ടകളെ വെച്ച് തന്നെ എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. എന്നിട്ട് എവിടെയോ കൊണ്ടുപോയി ഒളിപ്പിച്ച് ഒരു ദിവസം മൊത്തം എന്നെ നിർത്തി. പക്ഷേ അച്ഛൻ എന്നെ കണ്ടുപിടിച്ച് അവരിൽ നിന്ന് രക്ഷിച്ച് ആ വീട്ടിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോയി. പക്ഷേ അമ്മയാവട്ടെ ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് അമ്മ കണ്ടിരുന്നത്. ഞാൻ ആ വീട്ടിൽ വന്ന് കയറി ആ വീട് നശിപ്പിച്ചു. എല്ലാവരെയും എൻ്റെ വലയിലാക്കി, പ്രത്യേകിച്ച് അച്ഛനെ എൻ്റെ വലയിലാക്കി മാറ്റി. പിന്നെ അമ്മയോട് എല്ലാവർക്കും ദേഷ്യം ഞാൻ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ പല പല സംസാരങ്ങളാണ് അമ്മയുടെ വായിൽ നിന്ന് വന്നിരുന്നത്. എൻ്റെ കൂടപ്പിറപ്പുകൾ പോലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്കും ഞാനൊരു ശത്രുവിനെ പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ പയ്യെ പയ്യെ എല്ലാവർക്കും എന്നെ സ്നേഹമാണ്. ഇപ്പോൾ പയ്യെ പയ്യെ മാത്രമല്ല, എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ബബിതയും കൃഷ്ണമോളും രോഹിത്തും എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാ. എനിക്ക് മാത്രമല്ല അവർക്കും അതെ, ഒരുപാട് ഇഷ്ടമാണ് ഇപ്പം എന്നോട്. പിന്നെ എനിക്ക് വേറെ 2 അനിയത്തിമാരും കൂടി ഉണ്ട് കേട്ടോ. അതാരാ മോളെ വേറെ 2 പേര്? ബാലചന്ദ്രന് 3 മക്കളല്ലേ ഉള്ളൂ. ഈ 2 പേര് ബാലച്ചൻ്റെ മക്കളല്ല അപ്പച്ച, ഇവര് വേറെയാ. വേറെയോ? എനിക്ക് മനസ്സിലായില്ല, നീയൊന്ന് തെളിച്ചു പറ മോളെ. അതിലൊരാൾ രേവതിക്കുട്ടിയെന്ന് പറയും. എൻ്റെ ഒപ്പം അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന കുട്ടിയാ. അവളിപ്പോൾ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. മാമച്ചൻ അങ്കിളും ഗ്രേസി ആൻറ്റിയും കൂടി അവളെ ഇപ്പം നോക്കുന്നത്. അവൾ ആ വീട്ടിൽ ജോലിക്ക് പോയതാ. പക്ഷേ ഒരു മകളെപ്പോലെ അവർ സ്നേഹിച്ചു കൊണ്ടുപോകുന്നു. പിന്നെ ഒരാൾ ശരണ്യ. അവളെ ഞാൻ പരിചയപ്പെട്ടത് വലിയ വിഷമത്തിലൂടെയായിരുന്നു. അതെന്താ മോളെ, എന്തു പറ്റി? അത് ബാലച്ചനൊരു മകനുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, രോഹിത്ത്. പിന്നെ അമ്മയ്ക്ക് 3 ആങ്ങളമാരുള്ളതിൽ ഒരാളുണ്ട് ശിവശങ്കരൻ. ഒരു മകനുണ്ട് ഹരി. അവൻ വല്ലാത്ത ഒരു മോശം സ്വഭാവമുള്ള ഒരുത്തനാ. എല്ലാ കൊള്ളൂലാത്ത സ്വഭാവങ്ങളും അവനുണ്ട്. അവൻ്റെ കൂടെ കൂട്ടുകൂടി നടന്ന് രോഹിത്തും മോശമായിരുന്നു. ആ സമയത്ത് പറ്റിയ ഒരു കയ്യബദ്ധമായിരുന്നു. ഒരു പെൺകുട്ടിയെ 5-6 പേര് ചേർന്ന് പീഡിപ്പിച്ച് വലിയ പ്രശ്നമൊക്കെ ആയത് അപ്പച്ചൻ കണ്ടായിരുന്നു TV-യിൽ. ആ, എനിക്ക് ചെറിയൊരു ഓർമ്മയൊക്കെ വരുന്നുണ്ട്. അതപ്പോൾ ഇവനൊക്കെ ആയിരുന്നോ? അതെ അപ്പച്ച. പക്ഷേ രോഹിത്ത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രോഹിത്ത് പെട്ടുപോയതാ. അവനാ, ആ ഹരിയ എല്ലാത്തിനും കാരണം. ആ കുട്ടിയെ ഞാൻ ഇടയ്ക്ക് പോയി കാണുമായിരുന്നു. ആദ്യമൊക്കെ അവളുടെ വീട്ടുകാരൊക്കെ വലിയ ദേഷ്യമായിരുന്നു എന്നോട്. കാരണം പ്രതിയുടെ വീട്ടിൽ നിന്നാണല്ലോ ഞാൻ ചെല്ലുന്നതെന്ന് അവരറിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പൈസ തന്ന് കേസ് ഒഴിവാക്കാനാണെന്ന് വിചാരിച്ച് വലിയ ദേഷ്യത്തിലൊക്കെ ആയിരുന്നു എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പോയത് ആ കുഞ്ഞിനെ സമാധാനിപ്പിക്കാനാ. വലിയ വിഷമത്തിലായിരുന്നു ആ കുട്ടി. ഒന്ന് കട്ടിലിൽ നിന്ന് പോലും ഒന്ന് എഴുന്നേൽക്കാതെ, മറ്റുള്ളവരുടെ മുഖത്ത് പോലും നോക്കാതെ ആ ഇരുട്ട് റൂമിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ചെന്ന് അവൾക്ക് എല്ലാ ധൈര്യവും കൊടുത്ത് ഇപ്പോൾ ആളാകെ മാറിപ്പോയി. എല്ലാവരോടും മുഖത്ത് നോക്കി സംസാരിക്കാനും തല ഉയർത്തിപ്പിടിച്ച് നടക്കാനും ഒക്കെ അവൾക്ക് ഞാൻ ധൈര്യം കൊടുത്തു. ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങിത്തുടങ്ങി. ശരണ്യ തന്നെ കോടതിയിൽ പറഞ്ഞു രോഹിത്ത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ രോഹിത്തിനെ പോലീസുകാർ വിട്ടു. അതിൽ പിന്നെയായിരുന്നു രോഹിത്തിൻ്റെ മാറ്റം. അവൻ നല്ല രീതിക്ക് മാറി. ഇപ്പോൾ പഴയ പോലെ ചീത്ത കൂട്ടുകെട്ടുകളില്ല. നല്ല കുട്ടിയായി പഠിക്കാൻ തുടങ്ങി. എന്നെ ഒരുപാട് ഇഷ്ടമാവനി. നിന്നെ ആർക്കാ മോളെ ഇഷ്ടമല്ലാത്തത്? എല്ലാവരെയും നീ പെട്ടെന്ന് നിന്റെ വലയിലാക്കില്ലേ? ഒരു ചിരിയോടെ ഔദക്കുട്ടി അലീനയോട് പറയുന്നത് കേൾക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്നെ കളിയാക്കുകയാണല്ലേ? അല്ല മോളെ, ഞാൻ കാര്യം പറഞ്ഞതാ.
നിന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടമാവും. നിന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാ. ഇപ്പോൾ നീ ഒരുപാട് അനുഭവിച്ചിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലേ മോളെ? ഇതിനൊക്കെ ദൈവം ഒരിക്കലും പൊറുക്കില്ല ആരോടും. കാരണം ഇത്രയ്ക്കും നല്ല മോളെ ഇത്രയ്ക്കും അനുഭവിപ്പിച്ചില്ല എല്ലാവരും കൂടി ചേർന്ന്. എനിക്കറിയില്ലായിരുന്നു മോളെ ഇങ്ങനെയൊരു കുഞ്ഞ് എൻ്റെ മകനുള്ള കാര്യം. എനിക്കാരോടും ഒരു വെറുപ്പും ദേഷ്യവും ഒന്നുമില്ല അപ്പച്ച. എല്ലാം ഞാൻ അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. എനിക്കിപ്പോൾ എല്ലാവരും ആയില്ലേ, എല്ലാവരും എൻ്റെ കൂടപ്പിറപ്പുകളായില്ലേ. ആരുമില്ലാതെ കഴിഞ്ഞിരുന്ന എനിക്കിപ്പോൾ എന്തോരം പേരാ. അത് മതി എനിക്ക്. ഇപ്പോൾ പഴയ കാര്യങ്ങളൊന്നും ആലോചിച്ച് ഞാൻ വിഷമിക്കുന്നില്ല. മോൾ ഇനി ഒരിക്കലും ഒറ്റപ്പെടില്ല മോളെ. മോൾക്ക് ഞങ്ങൾ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പച്ചന് നല്ല മയക്കമുണ്ടെന്നല്ലേ പറഞ്ഞത്? കുറച്ച് നേരം ഒന്ന് കിടന്നോ. അപ്പോഴേക്കും നല്ല ചായയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാം. ഔതക്കുട്ടിയോട് കാര്യം പറഞ്ഞ് മുറിയിലെ വാതിലടച്ചുകൊണ്ട് അലീന പയ്യെ ആ വീടാകെ മൊത്തം ചുറ്റിക്കറങ്ങാൻ നോക്കുകയായിരുന്നു. അങ്ങനെ മുറികളെല്ലാം നോക്കുന്ന സമയത്തായിരുന്നു ഒരു മുറി താക്കോൽ വെച്ച് പൂട്ടിയിട്ടിരിക്കുന്നു. ഈ മുറിയിൽ മാത്രം എന്തു പറ്റി? പൂട്ടിയിട്ടേക്കെയാണല്ലോ എന്ന് സ്റ്റാഫിനോട് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അലീന കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട്. കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ആ സ്റ്റാഫിനോട് അലീന ചോദിക്കുന്നുണ്ട്, മുകളിലെ ഒരു റൂം എന്താ പൂട്ടിയിട്ടേക്കുന്നേ? മോളെ, ആ മുറി ഞങ്ങളാരും തുറക്കാറില്ല. അത് സാറ് മാത്രമേ തുറക്കാറുള്ളൂ. സാറിനാണെങ്കിൽ ആ മുറിയുടെ ഭാഗത്തേക്ക് പോലും ആരും പോകുന്നത് അത്ര ഇഷ്ടമല്ല. മോളുടെ പപ്പയല്ലേ, മോൾക്ക് ചോദിക്കാമല്ലോ. എന്നിട്ട് ആ മുറി തുറന്നോ? എന്നാലും എന്തായിരിക്കും ആ മുറിയിലെന്നുള്ള ചിന്തയിലാണ് അലീന. ആ മുറിയിൽ ഒളിപ്പിച്ചു വെച്ച സ്റ്റാൻലിയുടെ രഹസ്യം എന്താണെന്ന് അലീന കണ്ടെത്തുമോ എന്ന് വഴിയേ അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.